നമസ്കാരം. നാലും ആറും ആടിയാൽ പിന്നെ ആടാനൊന്നും ബാക്കിയില്ലെന്ന് പറഞ്ഞത് എഴുത്തച്ഛനാണ്. അങ്ങനെ സകലതും ആടിക്കഴിഞ്ഞാൽ പിന്നെ ആട്ടം നിർത്തി വീട്ടിലിരിക്കുന്നതാണ് ചില മനുഷ്യർക്ക് നല്ലത്. പക്ഷേ ആടിയ കാലും പാടിയ വായും അടങ്ങിയിരിക്കില്ല എന്ന അവസ്ഥയിൽ ചില ചാനൽ സിംഹങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അവരാവേശം മുത്ത് ആരെയും കൊന്നുകളയും. VS ആണ് മരിച്ചതെങ്കിലും പിണറായിക്ക് വിലാപയാത്രയൊരുക്കും. അത്തരത്തിലൊരു കമൻ്ററിയാണ് 24-ലെ ശ്രീകണ്ഠൻ നായരുടെ തിരുവായിൽ നിന്നും ഉതിർന്നു വീണത്. ശാന്തനായ ഒരുപക്ഷെ ചേതനയേറ്റ പിണറായി വിജയന്റെ മൃതദേഹം വഹിച്ചുള്ള വാഹന വ്യൂഹം മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ദർബാർ ഹാളിൽ ഇത് എത്തിച്ചേരുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് കേവലം നാക്കുപിഴവായിരിക്കാം, പക്ഷേ ജാഗ്രത കുറവുണ്ട്. വിജയേട്ടൻ്റെ അനുഗ്രഹം വാങ്ങി മയക്കുമരുന്നിനെതിരെ പോരാട്ടത്തിനിറങ്ങിയ പുള്ളിയാണ് 24-ലെ ശ്രീകണ്ഠൻ നായർ. ഈ വിലാപയാത്രയിലൂടെ ചാനലിനെ റേറ്റിംഗിൽ മുമ്പിലെത്തിക്കാനുള്ള നായരുടെ ആവേശം പൊറുക്കാവുന്നതല്ല. തങ്ങളുടെ ദൈവം ഇരട്ടച്ചങ്കോടെ ജീവിച്ചിരിക്കുമ്പോൾ അതിയാന് വിലാപയാത്ര ഒരുക്കിയ ശ്രീകണ്ഠൻ നായരെ സഖാക്കൾ ഇപ്പോൾ നവമാധ്യമങ്ങളിൽ തേച്ച് കമിഴ്ത്തുകയാണ്. ഈ ശ്രീകണ്ഠൻ നായരെ ആരെങ്കിലും പേര് പരിഷ്കരിച്ച് ഇരട്ടപ്പേരിട്ട് വിളിച്ചാൽ അതിനെതിരെ നോട്ടീസും കോടതിയുമൊക്കെ ആകും. ഗ്രന്ഥം 3 പകർത്തുമ്പോൾ മുഹൂർത്തം മൂത്രമായി വരുമെന്ന് പറഞ്ഞതുപോലെ നായർക്ക് പറ്റിയ ഒരു പിഴവായിരിക്കാം ഇത്. എന്നാൽ ഇത്ര നീട്ടിയടിച്ചിട്ടും പറ്റിയ പിഴവ് പുള്ളി ശ്രദ്ധിക്കുന്നതേയില്ല. പിണറായി വിജയൻ ഇത് കേട്ടാലത്തെ അവസ്ഥ എന്താകും? അല്ലെങ്കിൽ തന്നെ ഈ കണ്ണേകരളെ വിളിയും വിലാപയാത്രയുടെ ജനക്കൂട്ടവുമൊന്നും പുള്ളിക്കത്ര പിടിച്ചിട്ടില്ല. ജനലക്ഷങ്ങൾ ഏറ്റുവിളിക്കുന്ന ഈ കണ്ണേകരളെ വിളി പിണറായി വിജയൻ്റെ ഇരട്ടക്കൂമ്പിനാണ് ചെന്നു തറയ്ക്കുന്നത്. പിണറായി വിജയൻ ലക്ഷങ്ങളും കോടികളും മുടക്കിയാണ് ഇത്തരം വിളികൾ ഒപ്പിച്ചെടുക്കുന്നത്. അമ്മാതിരി കമൻ്റൊന്നും വേണ്ട എന്ന് ആരോട് പറയാനാണ്? ഈ വിലാപയാത്രയിൽ കുറേ അലമ്പൻ നേതാക്കൾ കൂടെ കയറിയെങ്കിലും പലതും പമ്മിപ്പിടിച്ച് ഇരുന്നതേയുള്ളൂ. ഇടയ്ക്കൊരിടത്ത് അനുഗമിച്ചു വന്ന പൂമരൻ വഴിയിലിറങ്ങി വിശ്രമിക്കുന്നത് കണ്ടു. ജനങ്ങൾക്കിടയിലേക്കെങ്ങാനും ചെന്നുപെട്ടിരുന്നെങ്കിൽ പൂമരത്തെ ചിലപ്പോൾ ഒരു നോട്ടത്തിലൂടെ ജനങ്ങൾ ഉലുത്തിവിട്ടേനെ. VSൻ്റെ വിലാപയാത്രയ്ക്ക് പിന്നിലായി മറ്റൊരു വണ്ടിയും വിലാപയാത്രയോടെ പോകുന്നത് കണ്ടു. അത് മരക്കുറ്റി ചാനലിൻ്റെ വിലാപയാത്രയായിരുന്നു. തുടർച്ചയായി 3-ാം തവണയും റേറ്റിംഗിൽ തഴയപ്പെട്ടതിൻ്റെ വിലാപമായിരുന്നു അവരുടേത്. ഇത്തവണയെങ്കിലും മുമ്പിൽ കയറാനുള്ള ഓട്ടമായിരുന്നു. ആ മരക്കുറ്റി ചാനലിൻ്റെ മുതലാളിയെങ്ങാനും കിടക്കുന്ന VSൻ്റെ അരികിലെങ്ങാനും ചെന്നിരുന്നെങ്കിൽ കാലുമടക്കി VS തൊഴി കൊടുത്തേനെ. ട്രീ കട്ടർ ചാനലുകാർ ബസ്സും പിടിച്ച് പിന്നാലെ വന്ന് ആകെ അങ്ങ് കുളമാക്കുകയായിരുന്നു. 1.5 വയസ്സുള്ള കൈക്കുഞ്ഞിൻ്റെ മുഖത്തിന് നേരെ മൈക്ക് നീട്ടി സുജയ ചോദിക്കുന്നു, VS അപ്പൂപ്പനെ അറിയുമോ? മര്യാദക്കൽപ്പം ചരിത്ര വസ്തുതകൾ കേട്ടത് ഏഷ്യാനെറ്റിൽ മാത്രമാണ്. പഴയ പോരാട്ടങ്ങളുടെ ചരിത്രമൊക്കെ ഉണ്ണി ബാലകൃഷ്ണൻ വർണ്ണിച്ചത് കേട്ടിരിക്കാൻ തോന്നും. VSനെ കാണാൻ നാടും നഗരവും കാത്തുനിന്നത് കണ്ടപ്പോൾ കമ്മികൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ വലിയ മുഴുപ്പാണ് എന്നായിരിക്കും. ഈ പാർട്ടി VSനോട് ചെയ്തതും പറഞ്ഞതുമൊക്കെ ഗർഭസ്ഥ ശിശുക്കൾക്ക് പോലും അറിവുള്ളതാണ്. ചാനൽ മൈക്ക് കാണുമ്പോഴൊക്കെ ജനം പറയുന്നു കറപുരളാത്ത കമ്മ്യൂണിസ്റ്റാണ് VS എന്ന്. അപ്പോൾ മറ്റേ പുള്ളി കൈ വെറുതെ പൊക്കിക്കാണിച്ച് ശുദ്ധമാണെന്ന് പറയുന്നത് ജനം വിശ്വസിച്ചിട്ടില്ല എന്നർത്ഥം. പിണറായി വിജയനോട് മനസ്സുകൊണ്ട് പ്രതികാരം വീട്ടാനുള്ള ഒരവസരവും കേരളത്തിലെ ജനങ്ങൾ പാഴാക്കുന്നില്ലല്ലോ ഈശ്വര. ഉമ്മൻചാണ്ടിയോടും VSനോടും പിണറായി കാണിച്ച തൊട്ടിത്തരങ്ങൾക്ക് ജനങ്ങൾ ഇങ്ങനെയെങ്കിലും പ്രതികരിക്കേണ്ടതല്ലേ? അതാണ് ഈ ആൾക്കൂട്ടം സഖാക്കളെ. എൻ്റെയല്ലീ കൊമ്പനാനകൾ, എൻ്റെയല്ലീ മഹാക്ഷേത്രവും മക്കളെ എന്ന് അക്കിത്തം പാടിയതുപോലെ VSനെ കാണാൻ കാത്തുനിന്ന ജനസഞ്ചയം പറയും, ഞങ്ങളുടേതല്ല ഈ വിപ്ലവ സൗധങ്ങൾ, ഞങ്ങളുടേതല്ല ഈ കമ്മ്യൂണിസം. 9 നിലകളിൽ കെട്ടിപ്പൊക്കിയ മഹാസൗധവും മുതലാളിമാർക്ക് തീരെഴുതിയ ഈ പാർട്ടിയും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ VSൻ്റെ ഓർമ്മകൾ മാത്രം മതി. VS ജനങ്ങളുടെ ഹൃദയത്തിൽ ആസനസ്ഥനായി കഴിഞ്ഞു. വലിയ ചുടുകാട്ടിലേക്ക് പോകാൻ ഇനി പാർട്ടി മാത്രമേ ഉള്ളൂ. ഈ പാർട്ടിയെ ഒരു വംശവൃക്ഷത്തെ എന്ന വണ്ണം മണ്ണിനോട് ചേർത്തു നിർത്തിയ അവസാനത്തെ തായ്വേരായിരുന്നു VS അച്യുതാനന്ദൻ. അതാണ് മണ്ണിൽ അലിയാൻ പോകുന്നത്. ഇനി ഏത് നിമിഷവും ആ തായ്തടി നിലം പതിച്ചേക്കാം. വീഴുന്ന മരത്തിൽ ചാടിക്കയറാൻ എളുപ്പമാണ്, വീഴാതെ പിടിച്ചു നിർത്തുന്നതാണ് പ്രയത്നം. ദർബാർ ഹാളിൽ VSൻ്റെ ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം അർപ്പിക്കാൻ ഒരാൾ വന്നപ്പോൾ മാത്രമാണ് വല്ലാതെ ഹൃദയമൊന്ന് പിടച്ചത്. KK രമയുടെ വരവായിരുന്നു അത്. ആ കാഴ്ച കണ്ടുകൊണ്ട് സമീപത്തിരുന്ന പിണറായി വിജയനെയും കണ്ടു. ഈ മനുഷ്യൻ്റെ മനസ്സിനെപ്പറ്റി ഓർത്തുപോയത് അപ്പോഴാണ്.
ഓർമ്മകൾ എപ്പോഴെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ മനസ്സിൽ ഒരലട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? പാർട്ടിയിലും ഭരണത്തിലും നിരന്തരമായി തോൽപ്പിക്കപ്പെടുമ്പോഴും എല്ലാ ജനത്തിനും വേണ്ടപ്പെട്ടവനായി തന്നെ VS തുടരുക തന്നെ ചെയ്തു. എന്തൊരു വലിയ രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു അത്. ഇന്നത്തെ കർക്കടക മഴ ഈ നൂറ്റാണ്ടിലെ ആരും മറക്കാത്ത മഴയായി മാറി. ജീവിതവും പ്രത്യയശാസ്ത്രവും സമം ചേർന്ന ഒരു മനുഷ്യൻ മണ്ണിലേക്ക് മടങ്ങുന്നത് ഈ മഴയിലൂടെയാണല്ലോ.